Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്ത് യൂനുസിലെ 66-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വമാ യത്തബിഉ അല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ശുറകാ ഇൻ യത്തബിഉന ഇല്ലല്ലന്ന വഇൻഹും ഇല്ലാ യഖ്റുസൂൻ. അലാ അറിയുവിൻ, ഇന്ന ലില്ലാഹി തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളാണ്. മംഫിസ് സമാവാതി വ മംഫിൽ അർളി ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും. വമാ യത്തബിഉ അല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ പിന്തുടരുന്നില്ല ശുറകാ പങ്കാളികളെ. ഇൻ യത്തബിഉന അവർ പിന്തുടരുന്നില്ല ഇല്ലല്ലന്ന ഊഹത്തെയല്ലാതെ, അല്ലെങ്കിൽ ഭാവനയെ അല്ലാതെ. വ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ അവർ മതിക്കുകയല്ലാതെയല്ല, അഥവാ സങ്കല്പങ്ങൾ മെനയുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഒന്നുകൂടെ അർത്ഥം അറിയാം. അലാ ഇന്ന ലില്ലാഹി അലാ അറിയുക, അല്ലെങ്കിൽ ഉണരുക, ശ്രദ്ധിക്കുക എന്നൊക്കെയാണ്. ഇന്ന ലില്ലാഹി തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ്. മംഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളവരൊക്കെയും വ മംഫിൽ അർളി ഭൂമിയിലുള്ളവരും. വമാ യത്തബിഉ പിന്തുടരുന്നില്ല അല്ലദീന യദ്ഉന വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ ശുറകാ പങ്കാളികളെ. ഇൻ യത്തബിഉന ഇല്ലല്ലന്ന അവർ ഊഹത്തെയല്ലാതെ പിന്തുടരുന്നില്ല. വ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ അവർ മതിക്കുകയല്ലാതെ, അഥവാ ഭാവനയനുസരിച്ച് പറയുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. ഖർസ് യഖ്റുസൂൻ, ഖർസ് എന്നുള്ള വാക്കുന്നുണ്ടായത് ഖറസ യഖ്റുസു, ഖർസു തെളിവില്ലാതെ നിഗമനങ്ങൾ കരുപ്പിടിപ്പിക്കുക, അല്ലെങ്കിൽ സങ്കല്പങ്ങൾ മെനയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഒരു മതിപ്പ് പറയുക എന്ന് പറഞ്ഞൊരു പ്രയോഗം. ഒരു തോട്ടം കണ്ടാൽ, അല്ലെങ്കിൽ അതിലിത്ര അടക്കയുണ്ടാകും, അല്ലെങ്കിൽ ഇത്ര തേങ്ങ ഉണ്ടാകും, കൂട്ടിയിട്ടൊരു തേങ്ങാക്കൂട്ടം കണ്ടാൽ അത് ഏകദേശം 1000 ഉണ്ടാവും, അല്ലെങ്കിൽ 1200 ഉണ്ടാകും എന്നൊക്കെ ഒരു മതിപ്പൊരു സുമാറ് പറയും. യഥാർത്ഥമായിക്കൊള്ളണമെന്നില്ല, അളന്നിട്ടില്ല, തൂക്കിയിട്ടില്ല, എണ്ണിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുക. ചിലപ്പോൾ കന്നുകാലികളൊക്കെ കണ്ടാൽ ഇതിന് ഒരു 120 കിലോ ഇറച്ചി ഉണ്ടാവും അങ്ങനെയൊക്കെ പറയാവുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ ഇത്ര വയസ്സുണ്ടാവും. കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കാര്യങ്ങൾ ഊഹിച്ച് പറയുന്നതിനാണ് ഖർസ് എന്ന് പറയുക. അപ്പോൾ അവർ അങ്ങനെ പ്രത്യേകിച്ച് തെളിവോ ന്യായമോ ഒന്നും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവർക്ക് ഇബാദത്തുകൾ ചെയ്യുന്നതും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് വിശദീകരിക്കാതെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാകും. അല എന്നുള്ള വാക്ക് ഒരു ഉണർത്തലാണ്. നിങ്ങൾ ഉണരണം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കേൾക്കണം, അറിയണം എന്നൊക്കെ വർത്തമാനത്തിൻ്റെ ഇടയിൽ. ഖുർആൻ്റെ ഒരു പ്രത്യേകത തന്നെ, ഖുർആൻ ഒരു ലേഖനമല്ല, ഒരു പ്രഭാഷണമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രയോഗത്തിൻ്റെ സാങ്കത്യം, ഇങ്ങനെയുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥത്തിൻ്റെ പുഷ്ടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ല, നിങ്ങൾ അറിയണം, നിങ്ങൾ ഉണരണം. നേർക്കുനേരെ സംവദിക്കുകയാണ് അള്ളാഹു താല. ലേഖനം തന്നിട്ട് അത് വായിച്ചു നോക്കണം എന്ന് പറയില്ല. അള്ളാഹു നമ്മളോട് നേർക്കുനേരെ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ അനുഭവിച്ചു കൊണ്ട് വേണം ഖുർആൻ വായിക്കാൻ. അള്ളാഹു എന്നോട് നേരിട്ട് പറയാൻ, അല്ല നിങ്ങളെല്ലാവരും ഉണരണം, അറിയണം, ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഒരു ഉണർത്താനുള്ള വാക്കാണ്. ഇന്ന ലില്ലാഹി തീർച്ചയായും അള്ളാഹുവിൻ്റേതാണ് മംഫിസ് സമാവാതി വ മംഫിൽ അർളി ഉള്ളവരൊക്കെയും. അഥവാ നിങ്ങൾ ആകാശത്തോ ഭൂമിയിലോ ഉള്ള ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്കൊന്നും ഒരധികാരവും അവകാശമില്ല. അവയൊക്കെയും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവ അള്ളാഹുവിൻ്റെ സമന്മാരാവുക സാധ്യമല്ല, അള്ളാഹുവിൻ്റെ സഹായികളാവുക സാധ്യമല്ല, ന്യായമല്ല, തെളിവില്ല. ഇതൊക്കെയാണ് അള്ളാഹു ആരെ ഉണർത്തുന്നത്. വമാ യത്തബിഉ അല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ശുറക്ക അവർ പങ്കാളികളെ പിന്തുടരുന്നില്ല.
പങ്കാളികൾ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സമന്മാരാണെന്നോ ദൈവത്തിൻ്റെ സഹായികളാണെന്നോ ഒക്കെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ ഞങ്ങളെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ അള്ളാഹുവിന് ദൈവത്തിന് പങ്കാളികളുണ്ടെന്നും ആ പങ്കാളികളെ പ്രസാദിപ്പിക്കേണ്ടതുണ്ടെന്നും ഇവർ മനസ്സിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ പങ്കാളികൾ എന്നവർ ആരോപിക്കുന്ന ദൈവത്തിൻ്റെ സഹായികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തുല്യന്മാരായിട്ടുള്ള ദൈവങ്ങളെന്നവർ ആരോപിക്കുന്നവർ അവരെ പിന്തുടരുകയല്ല ഈ ആരാധിക്കുന്നവർ ചെയ്യുന്നത്. ആരാധ്യന്മാർ അവർക്ക് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല, അവരെ ഒരു നിയമവും പഠിപ്പിച്ചിട്ടില്ല, ഒരു തീരുമാനവും അവരെടുക്കുന്നില്ല. ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവിൻ്റെ അടിമകളാണ് എല്ലാവരും, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ശുറക്കാകളെ അവർ പിന്തുടരുന്നില്ല. പിന്നെ ഈ ശുറക്കാകളുടേതാണെന്ന്, ദൈവത്തിൻ്റെ പങ്കാളികളുടേതാണെന്ന മട്ടിൽ ഈ ആരാധിക്കുന്നവർ തന്നെയാണ് ആചാരങ്ങൾ ഉണ്ടാക്കുന്നത്. എങ്ങനെ ആരാധിക്കണം, എങ്ങനെ പ്രസാദിപ്പിക്കണം, എന്തൊക്കെ ആരാധനാകർമ്മങ്ങൾ വേണം, എന്തൊക്കെ പൂജാകർമ്മങ്ങൾ വേണം, എങ്ങനെയൊക്കെ നേർച്ചകൾ നടത്തണം, ഇതൊക്കെ ആര് തീരുമാനിച്ചതാണ്? ദൈവത്തിൻ്റെ പങ്കാളികളാണെന്ന് അവർ അവകാശപ്പെടുന്ന ആ പങ്കാളികൾ ഉണ്ടാക്കിയതോ നിർദ്ദേശിച്ചതോ അല്ല. പിന്നെ ആര്? ആരാധിക്കുന്നവർ തന്നെ. ആരാധ്യരെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്നത് ആരാധിക്കുന്നവരുണ്ടാക്കുക. ഇതിലില്ലാത്ത വിചിത്രമായ രീതിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു തേടുന്നവർ പിന്തുടരുന്നില്ല. അള്ളാഹുവിനെ കൂടാതെ പങ്കാളികളെ വിളിച്ചു തേടുന്നവർ ആ പങ്കാളികളെ പിന്തുടരുന്നില്ല. വമാ യത്തബിഉല്ലദീന യദ്ഊന, പ്രാർത്ഥിക്കുന്നവർ പിന്തുടരുന്നില്ല മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ ശുറക്ക പങ്കാളികളെ. ഈ വമായത്തബിഉ എന്നുള്ളതിന് നിഷേധാർത്ഥത്തിൽ അല്ല, ചോദ്യമായിട്ട് വമായത്തബിഉല്ലദീന, മാ എന്നുള്ളതിന് അങ്ങനെ അർത്ഥമുണ്ടല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പല അർത്ഥത്തിലത് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. എന്തിനെയാണ് അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്തിനെയാണ് പിന്തുടരുന്നത് എന്നൊരു ചോദ്യരൂപത്തിലും അതിനെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്തിനെ പിന്തുടരുന്നു? അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മൻ ഫിസ് സമാവാത്തി വമൻ ഫിൽ അർളി, ആകാശഭൂമികളിലുള്ളവരൊക്കെയും അള്ളാഹുവിൻ്റേതാണ് എന്ന് പറഞ്ഞതിലേക്ക് ചേർത്തുകൊണ്ട് വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറക്ക, അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പങ്കാളികളും അള്ളാഹുവിൻ്റേതാണ്, അവർ പിന്തുടരുന്ന പങ്കാളികളും അള്ളാഹുവിൻ്റേതാണ്. കണ്ടോ, അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒമാ എന്നുള്ളത് ചോദ്യരൂപത്തിൽ അർത്ഥം വന്നാലും ആശയം ഒക്കെ ഒന്ന് തന്നെയാണ്. ഒമാ യത്തബിഉ, എന്തിനെയാണ് അവർ പിന്തുടരുന്നത്? അല്ലെങ്കിൽ അവർ പങ്കാളികളെ പിന്തുടരുന്നില്ല, അല്ലെങ്കിൽ അവർ പങ്കാളികൾ അള്ളാഹുവിനെ കൂടാതെ പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവാണ് ഉടമ എന്നുള്ള മുൻ വാക്കുകളിലേക്ക് ചേർത്തുകൊണ്ട് ഇന്നലില്ലാഹി മൻ ഫിസ് സമാവാത്തി വമൻ ഫിൽ അർളി എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ പൊരുളൊന്നാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനോ അവരെ ആരാധിക്കുന്നതിനോ യാതൊരു ന്യായവും യാതൊരു തെളിവും പ്രമാണവും അവരുടെ പക്കലില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിനെ വഴങ്ങേണ്ടവരുമാണ് എന്നാണ് സത്യം. ഈ യത്തബിഉന ഇല്ലല്ലാഹ്, അവർ ഊഹത്തെ പിന്തുടരാണ്. യാഥാർത്ഥ്യബോധത്തോടു കൂടിയല്ല, സത്യമായ ഉറപ്പോടു കൂടിയുമല്ല, അവർ ഊഹിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവും എന്നുള്ള മട്ടിലാണ് അവർ ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഹും ഇല്ലാ യഖ്റുസുൻ, അതുപോലെ മതിപ്പ് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെളിവില്ലാതെ നിഗമനങ്ങൾ കരുപ്പിടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നോട് അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അലാ അറിയുക, ഇന്നലില്ലാഹി, തീർച്ചയായും അള്ളാഹുവിൻ്റേതാണ്, മൻഫിസ് സമാവാത്തി വമൻ ഫിൽ അർളി, ആകാശഭൂമികളിലുള്ളവരൊക്കെയും അഥവാ ആകാശഭൂമികളിലുള്ളവരൊക്കെയും അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറക്ക, അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ പങ്കാളികളെ പിന്തുടരുന്നില്ല. ഈ യത്തബിഉന ഇല്ലല്ലന്ന, അവർ ഊഹത്തെയല്ലാതെ പിൻപറ്റുന്നില്ല. ഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ തെളിവില്ലാതെ നിഗമനങ്ങൾ കരുപ്പിടിപ്പിക്കുകയാകുന്നു. ഇൻഹും അവരല്ല
ഇല്ലാ യഖ്റുസൂൻ, തെളിവില്ലാതെ നിഗമനങ്ങളെ കരുപ്പിടിപ്പിക്കുകയല്ലാതെ, അല്ലെങ്കിൽ സങ്കല്പങ്ങൾ മെനയുകയല്ലാതെ മറ്റൊന്നും അവർ ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഊഹത്തിൻ്റെയും അനുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ അവൻ നൽകിയ യഥാർത്ഥ സത്യത്തെ സ്വീകരിച്ചുകൊണ്ട്, അവൻ്റെ സത്യവേദത്തെ അംഗീകരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി മരിക്കാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.